പാതിവില തട്ടിപ്പ് കേസിൽ പ്രതി അനന്തകൃഷ്ണനെ മൂവാറ്റുപുഴ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. വിശദാംശങ്ങളുമായി ജോസൽ സെബാസ്റ്റ്യൻ ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്നും. ജോസലെ, കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാകണം കോടതിയിൽ ഹാജരാക്കിയത്. മറ്റു വിശദാംശങ്ങൾ എന്താണ്? വിനീഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ മേടിച്ചിരിക്കുകയായിരുന്നു 2 ദിവസത്തേക്ക്. കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് ഇപ്പോൾ അനന്തകൃഷ്ണനെ വീണ്ടും മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. ഇന്ന് 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അവധിയായതിന് കൊണ്ട് തന്നെ മറ്റൊരു മജിസ്ട്രേറ്റ് കോടതിയിലാണ്, ഈ ബിൽഡിങ്ങിൽ തന്നെയുള്ള മറ്റൊരു മജിസ്ട്രേറ്റ് കോടതിയിലാണ് അനന്തകൃഷ്ണനെ ഹാജരാക്കി ജഡ്ജിയുടെ ചേംബറിൽ ഇപ്പോൾ ഹാജരാക്കിയിരിക്കുകയാണ്. ഏതായാലും നിലവിൽ ഈ കസ്റ്റഡി കാലാവധി കഴിഞ്ഞെങ്കിലും എറണാകുളം കേന്ദ്രീകരിച്ചുള്ള, കൊച്ചി കേന്ദ്രീകരിച്ചുള്ള ക്രൈംബ്രാഞ്ച് സംഘം വീണ്ടും ഒരു കസ്റ്റഡി അപേക്ഷ കസ്റ്റഡി നീട്ടിക്കിട്ടുന്നതിന് വേണ്ടിയുള്ള അപേക്ഷയൊന്നും കൊടുത്തിട്ടില്ല. തീർച്ചയായും നിലവിൽ 28-ാം തീയതി വരെയാണ് അനന്തകൃഷ്ണൻ്റെ റിമാൻഡ് കാലാവധിയുള്ളത്. ഇപ്പോൾ വീണ്ടും മൂവാറ്റുപുഴ സബ് ജയിലിലേക്ക് റിമാൻഡിലേക്ക് പോകാനാണ് സാധ്യത. അത് നിലവിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. എന്നാൽ വരും ദിവസങ്ങളിൽ മറ്റുള്ള ജില്ലകളിൽ വിവിധ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റുള്ള ജില്ലകളിലെ ക്രൈംബ്രാഞ്ച് സംഘങ്ങളും മറ്റ് അന്വേഷണ ഏജൻസികളും അനന്തകൃഷ്ണന് കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് വേണ്ടി അപേക്ഷ കൊടുക്കുവാൻ സാധ്യതയുണ്ടാകും. ഏതായാലും എറണാകുളം, കൊച്ചി കേന്ദ്രീകരിച്ച് ആദ്യം ഈ കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം നടത്തുകയും ചെയ്ത പ്രധാനപ്പെട്ട ക്രൈംബ്രാഞ്ച് SP MJ സോജൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇന്ന് ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ വീണ്ടും കൊടുത്തിട്ടില്ല. സ്വാഭാവികമായും അനന്തകൃഷ്ണൻ വീണ്ടും മൂവാറ്റുപുഴ ജയിലിലേക്ക് പോകാനാണ് സാധ്യത. വിനീഷ. ശരി, ജോസൽ സെബാസ്റ്റ്യനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.